നമസ്കാരം. ഇന്ന് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 15 ബയോളജിയിൽ വന്നിരിക്കുന്ന ഏതാനും പോയിൻറ്റ്സാണ് ചർച്ച ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, കാൽവിൻ സൈക്കിൾ കണ്ടെത്തിയത് ആരാണ്? മെൽവിൻ കാൽവിൻ. കാൽവിൻ സൈക്കിൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ. അടുത്ത പോയിൻ്റ്, പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശ പ്രവർത്തനം ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? തൈലക്കോയിഡിലാണ്. പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശ പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? തൈലക്കോയിഡിൽ ആണ്. ചെടികളുടെ വർണ്ണവൈവിധ്യത്തിന് കാരണമായ കോശാംഗമാണ് ക്രോമോപ്ലാസ്റ്റ്. ചെടികളുടെ വർണ്ണവൈവിധ്യത്തിന് കാരണമായ കോശാംഗം ഏതാണ്? ക്രോമോപ്ലാസ്റ്റ് ആണ്. ചെടികളുടെ പൂക്കൾ, പഴങ്ങൾ, വേരുകൾ എന്നിവയ്ക്ക് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകമാണ് ക്രോമോപ്ലാസ്റ്റ്. ഏതൊക്കെ നിറങ്ങളാണ്? പൂക്കൾ, പഴങ്ങൾ, വേരുകൾ എന്നിവയ്ക്ക് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ നൽകുന്നു. തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകമാണ് കരോട്ടിനോയിഡുകൾ. തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമാകുന്ന വർണ്ണകം കരോട്ടിനോയിഡുകളാണ്. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് തക്കാളിയുടെ ചുവപ്പ് നിറം. ഓറഞ്ച് നിറത്തിലുള്ള ഫലങ്ങൾക്ക് നിറം നൽകുന്നതൊക്കെ താഴെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണമില്ലാത്ത കോശാംഗം ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണമില്ലാത്ത കോശാംഗമാണ് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വേരുകൾ, വിത്തുകൾ, ഭ്രൂണങ്ങൾ, ഭൂമിക്കടിയിലെ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന കോശാംഗമാണ് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കാത്ത ഭാഗങ്ങളായ വേരുകൾ, വിത്തുകൾ, ഭ്രൂണങ്ങൾ, ഭൂമിക്ക് അടിയിലെ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന കോശാംഗമാണ് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. സസ്യങ്ങളിൽ അന്നജം, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവയുടെ സംഭരണത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. സസ്യങ്ങളിൽ അന്നജത്തെ ശേഖരിക്കാൻ കഴിവുള്ള പ്ലാസ്റ്റുകളാണ് അമൈലോപ്ലാസ്റ്റുകൾ. അമൈലോപ്ലാസ്റ്റുകൾ സസ്യങ്ങളിൽ അന്നജത്തെ ശേഖരിക്കാൻ കഴിവുള്ളവയാണ്. സസ്യങ്ങളിൽ കൊഴുപ്പുകൾ അഥവാ എണ്ണകളെ ശേഖരിക്കുന്ന പ്ലാസ്റ്റുകളാണ് ഇലായിയോപ്ലാസ്റ്റ്. സസ്യങ്ങളിൽ കൊഴുപ്പുകൾ അഥവാ എണ്ണകളെ ശേഖരിക്കാൻ കഴിവുള്ള പ്ലാസ്റ്റുകളാണ് ഇലായിയോപ്ലാസ്റ്റ്. മാംസ്യശേഖരണത്തിന് സഹായിക്കുന്ന പ്ലാസ്റ്റിഡുകളാണ് പ്രോട്ടീനോപ്ലാസ്റ്റ്. മാംസ്യശേഖരണത്തിന് സഹായിക്കുന്ന പ്ലാസ്റ്റിഡുകളാണ് പ്രോട്ടീനോപ്ലാസ്റ്റ്. കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവിയാണ് വൈറസ്. കോശസിദ്ധാന്തം ബാധകമല്ലാത്ത ജീവിവർഗമാണ് വൈറസുകൾ. ആദ്യ കോശം പ്രോട്ടോബയോൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം PPLO. PPLOയുടെ ചിത്രമാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. PPLOയുടെ പൂർണ്ണരൂപം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. PPLO പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശമാണ് സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശാംഗം സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. താഴെ പിക്ചറിൽ ലാർജസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡിയും സ്മോളസ്റ്റ് സെൽ ഇൻ ദ ഹ്യൂമൻ ബോഡിയുടെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശവും ഏറ്റവും ആയുസ്സുള്ള കോശവും ഏതാണ്? നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശമാണ് RBC. RBC ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശവും ഏതാണ്? RBC തന്നെയാണ്. RBCയുടെ ആയുസ് 120 ദിവസമാണ്. ഇത്രയാണ് PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 15 എഡിഷനിൽ വന്നിരിക്കുന്ന ബയോളജിയിൽ വന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.